നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് നിലവിൽ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നതെങ്കിൽ പോലും ആശ്വാസകരമായ രീതിയിൽ മഴ പെയ്യുമെന്ന സൂചന നൽകിയിരുന്നു. പലയിടത്തും പല ജില്ലകളിലുമായി മഴ സാധ്യത മുന്നറിയിപ്പുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വലിയ തോതിലുള്ള മഴ പെയ്യില്ല എന്നിരുന്നാലും സംസ്ഥാനത്ത് ഇപ്പോൾ ഭീഷണിയായി നിൽക്കുന്ന മറ്റൊരു വിഷയമുണ്ട്: കള്ളക്കടൽ പ്രതിഭാസം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കേരള തമിഴ്നാട് തീരങ്ങളിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേരള തമിഴ്നാട് തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ 1/2 മീറ്റർ മുതൽ 1 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചിക്കുന്നത്. ഇത് കാരണം കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകമായി ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് പരമാവധി ഒഴിവാക്കുക. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ കരയ്ക്കടുപ്പിക്കുക എന്ന് പറയുന്നതും അപകടകരമായ ഒരു വസ്തുതയാണ്. തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കരയിലേക്ക് യാനങ്ങൾ ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും അതുകൊണ്ട് ഒഴിവാക്കുക. ഈ മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരത്തിലടക്കം എല്ലാ പ്രവർത്തനങ്ങളിലും വളരെയധികം ജാഗ്രത പുലർത്തി വേണം മുന്നോട്ട് പോകേണ്ടത്. ഹാർബറിൽ ബോട്ട്, വള്ളം മുതലായവ കെട്ടിയിട്ട് തന്നെ സുരക്ഷിതമായി സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിച്ചാൽ ഇവ കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യതയും ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളുമൊക്കെ പൂർണ്ണമായും ഒഴിവാക്കുക. തീരശോഷണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത പുലർത്തുക എന്നും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.